പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നിങ്ങളോട് പറയുക, നിങ്ങളിപ്പോഴുള്ള സാഹചര്യങ്ങളെ ഭയപ്പെടരുത്. ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുമ്പം ഐ വാസ് ആസ്കിങ് ദ ലോർഡ് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ആർ സ്പീക്കിംഗ് ടു അസ്? അങ്ങ് ഞങ്ങളോട് എന്താ പറയുന്നത്? ക്രോസ് ഓവർ സർവീസ് നമ്മൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ ഈ ക്രോസ് ഓവർ ചെയ്യുന്നത്? ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് ക്രോസ് ഓവർ വലിയ കഥയില്ല. അത് ഏത് കലണ്ടറാണ്? നമ്മളീ പറയുന്ന ഇപ്പോഴത്തെ ഒരു കലണ്ടർ പ്രകാരം പുതിയ വർഷമെന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിന് കലണ്ടറൊന്നുമില്ല, കാലഗതികൾ അവൻ്റെ കയ്യിലിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പുതിയ വർഷത്തിൽ നമ്മൾ വരുമ്പം നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് കം വിത്ത് മീ ടു ദ ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 14. അവിടെ നമുക്ക് നോക്കുമ്പം നമ്മൾ നേരത്തെ കേട്ടതുപോലെ അടിമ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. ഗോഡ് സെൻഡ് എ സേവിയർ ആൻഡ് ഹിസ് നെയിം വാസ് മോസസ്. അല്ലേ? മോസസ് ആ രാജ്യത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ജനിച്ച് അവിടെ തന്നെ എല്ലാ ശിശുക്കളെയും ഈ രാജാവ് കൊന്നൊടുക്കിയപ്പം ഇയാൾ സുഖമായിട്ട് വളരുന്നു. എവിടെ? ഈ ഓർഡർ ഇട്ട കിങ്ങിൻ്റെ പാലസിൽ ഹീസ് ബീൻ റേസ്ഡ്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ തമാശ. ഞാനെപ്പോഴും പറയാറുണ്ട്, ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീ അന്വേഷിച്ചപ്പം ആരെ കൊണ്ടവിടെ കൊടുത്തു? അമ്മയെ തന്നെ. അമ്മ കൃത്യമായിട്ട് എത്ര നേരമാണെന്നറിയത്തില്ല കൊണ്ട് പാല് കൊടുത്തിട്ട് കൃത്യം 1-ാം തീയതി വൗച്ചർ എഴുതി കാശ് മേടിച്ചിട്ടു. എന്തിനാണ്? ഏതെങ്കിലും അമ്മ മുലപ്പാൽ സ്വന്തം കുഞ്ഞിന് കൊടുത്തതിന് പൈസ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൊട്ടാരത്തിലെ ട്രഷറിയിൽ നിന്ന്, അത് മോസസിൻ്റെ അമ്മയായിരുന്നു. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ തമാശ. ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം, അല്ലേ? മോസസ് മദർ ഈസ് ദ ഓൺലി വൺ ഹു വാസ് പെയ്ഡ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ്. ടു ഹൂം? ടു ഹെർ ഓൺ സൺ. അല്ലേ? അപ്പം ആര് കൊല്ലുമെന്ന് കൽപ്പിച്ചോ അയാളുടെ കൊട്ടാരത്തിലെ ഇപ്പോൾ ഇയാൾ വളരുന്നത്. അല്ലേ? സ്വന്തം അമ്മയെ വിളിച്ച് പാല് കൊടുത്തിട്ട് അമ്മയ്ക്ക് പൈസയും കൊടുത്താണ്, ഉറപ്പാണ്. എന്നിട്ട് 40 വർഷം ആ ഈജിപ്തിലെ സകല കലകളിലും സകല വിദ്യാഭ്യാസത്തിലും ഏറ്റവും ടോപ്പായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തുകാരനല്ല, പക്ഷെ അടുത്ത ആളായിട്ട് ഒരുപക്ഷെ ഇയാൾ വന്നേനെ, ആ തരത്തിൽ വന്നേനെ. പക്ഷേ മോശയെ പറ്റി എഴുതിയിരിക്കുന്നതാണെന്നറിയാം, അത് വേണ്ട, ഫറവോൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടണ്ട, പകരം ഞാൻ ദൈവജനത്തിൻ്റെ കൂടെ കഷ്ടം അനുഭവിച്ചോളാമെന്ന് പറഞ്ഞിട്ട് പോയി എന്നാണ് നമ്മൾ പിന്നീട് വായിക്കുന്നത്. പക്ഷേ ആ മോസസ് ഈ ജനത്തെ ഇറക്കിക്കൊണ്ടുവരിക, ആ കഥയൊക്കെ നമുക്കറിയാം. ഗോഡ് സെഡ് യു ഹാവ് ടു ഗോ ടു ഫാറോ ആൻഡ് യു ഹാവ് ടു ടെൽ ഹിം ലെറ്റ് മൈ പീപ്പിൾ ഗോ. എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പം വിടത്തില്ല, പേടിക്കണം, നീ ഇതൊന്ന് പറയുമ്പം വിടത്തൊന്നുമില്ല, പക്ഷേ നീ ചെന്ന് പറയണം. ദൈവം എന്ത് ചെയ്തു? 10 ബാധകൾ 10 പ്ലേഗ്സ് അയച്ചു. 10ാമത്തെ ബാധ കഠിനമായിരുന്നു. എല്ലാ ദേശത്തെ മുഴുവൻ ഭവനങ്ങളിലെയും കടിഞ്ഞൂൽ ആൺപ്രജ എന്ത് ചെയ്തു? മരിച്ചു. അന്ന് പക്ഷേ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. അവർ ഒരു കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടളമേലും കുറുമുടിമേലും പുരട്ടിയിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി ഒരു സംഹാരദൂതൻ വന്നു. ഈ രക്ത അടയാളം കണ്ട് വീടുകളെ മാറിപ്പോയി, പാസ് ഓവർ അല്ലേ, മാറിപ്പോയി. അങ്ങനെ പോയി എന്ത് ചെയ്തു? അന്ന് രാത്രി ഫറവോൻ പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇവർ കൂടുക്കെടുത്ത് എല്ലാവരും ഇറങ്ങി. മോശയാണ് ഇവരെ നയിച്ചുകൊണ്ട്, ലക്ഷക്കണക്ക് ജനമുണ്ട്. നേരെ അങ്ങ് ചെന്നു, എല്ലാവരും കൂടെ ഓളത്തിനങ്ങ് പോയി. ചെന്നപ്പോഴാണ് എവിടാ? റെഡ് സീ, ഒരു ചെങ്കടലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ളൊരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ്? അവിടെ 14-ാം അധ്യായം എക്സഡസ് ചാപ്റ്റർ 14, അവിടെ 14-ാം അധ്യായം ആ 1-ാം വാക്യത്തൊട്ടൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിന് 3 തൊട്ട് വായിക്കാം, വിട്ടേക്കാം. അന്യഭാഷ ജിജിക്ക് വലിയ വശമില്ല. ഇനി ഇത് പെട്ടെന്ന് കേട്ട തോന്നും എന്ത് ദൂതന്മാരുടെ ഭാഷയാണോ ഇത് മലയാളമാണോ എന്ന് സംശയം. ഓക്കെ. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു,
മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. കണ്ടോ, ഫറവോൻ എന്താ പറയുന്നത്? അവരെന്ത് ചെയ്യുന്നു? മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു, ദേശത്ത് ഉഴലുന്നു എന്ന് ആര് പറയുന്നു? ഇന്ന് പലരും രക്ഷിക്കപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞ ഉഴലുക. ഇന്ന് പലരും ഈ മരുഭൂമിയിൽ ഈ പറഞ്ഞ കുടുങ്ങിക്കിടക്കുക. ശരി, പോയി പിടിക്കുക, ഇതാണ് അവസരം. അവർ സ്റ്റക്കാണ്, ഇല്ലേ? പോയി അങ്ങ് പിടിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരാം എന്നും പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ ഒരു 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 ഓപ്പറേഷൻ എന്താണ് ഒരു 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 പിശാച് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. കണ്ടോ, ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. ഇത് ഓർക്കണം, ഈ ഫറവോൻ്റെ ഹൃദയം തന്നെത്താനെ അങ്ങ് കഠിനമായതല്ല. ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ ഡിവൈൻ പ്ലാനിൽ എന്തും കൂടി ഉണ്ടായിരുന്നു. ചില ഫറവോൻ്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യും? കഠിനമാക്കും. നിങ്ങളുടെ ബോസ് നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നതിന് സത്യം പറഞ്ഞാൽ ബോസ് അറിഞ്ഞിട്ടല്ല, ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലായി? എൻ്റെ പൊന്നെ, നിങ്ങളുടെ അമ്മായിയമ്മ നല്ലതാ, പക്ഷെ ചിലപ്പോഴെങ്കിലും അവരുടെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നു? കഠിനമാക്കുന്നു. എന്തിനാ? അടുത്ത വാക്യത്തിലുണ്ട്, എന്ത് ചെയ്യും? ഞാൻ യഹോവയെന്ന് അറിഞ്ഞ് മഹത്വപ്പെടുത്താൻ പോവാ. അല്ലേ? നല്ലവണ്ണം ഓർത്തണം. നോട്ട് വിത്തൗട്ട് എ പേർപ്പസ് ഓർ എ റീസൺ. സംടൈംസ് ദ ലോർഡ് ഡസ് ദിസ് വെരി പർപ്പസ്ഫുള്ളി. വളരെ ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് അത് ചെയ്ത് കഠിനമാക്കി. ഓക്കെ, ഞാൻ യഹോവയാകുന്നുവെന്ന് ഇസ്രായേൽയർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുമെന്ന്. അടുത്തത്. അവർ അങ്ങനെ ചെയ്തു, ജനം ഓടിപ്പോയി എന്ന് മിസ്രൈം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേലിനെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു. കണ്ടോ, ഒരാൾ ഇതുപോലെ പിശാചിൻ്റെ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമ്പം പിശാചാ പോണേ പോട്ട് എന്ന് പറഞ്ഞിരിക്കത്തില്ല. ഹി വിൽ ഓൾവേസ് ഹാവ് സെക്കൻഡ് തോട്ട്സ്. ഫോർ വാട്ട്? ടു കം ആഫ്റ്റർ യു. ഓർത്തോണം പ്രിയപ്പെട്ടവർ. ഇന്ന് ഒത്തിരി പേര് വിചാരിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഐ എം ഓൺ മൈ വേ ടു ഹെവൻ, പാട്ടും പാടി ഞാൻ സിയോനിൽ പോവാമെന്ന് പറഞ്ഞങ്ങ് പോവുക. അല്ല, പാട്ടും പാടി സിയോനിലോട്ട് മുന്നോട്ട് പോകുമ്പം പുറകെ ആര് വരും? എന്നെ ഇത്രയും നാൾ അടിമയാക്കി വെച്ചിരിക്കുന്നത് ആരോ? ആ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ എൻ്റെ പുറകെ വരും. ഇത് നിങ്ങൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവർ. ഞാൻ ഈ ദിവസങ്ങൾ ഞാൻ ഈ പറഞ്ഞ ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് വളരെ ആവേശത്തോട് ക്രിസ്ത്യ ജീവിതം തുടങ്ങിയ പലരും ഇന്നത്തെ അവസ്ഥ കണ്ടാൽ അവർ ഈ കിടന്ന് മരുഭൂമിയിൽ കിടന്ന് ഉഴലുകയാണോ എന്നൊരു സംശയം. അവർ കുടുങ്ങിപ്പോയോ എന്നൊരു സംശയം. ശരിക്കും പറഞ്ഞാൽ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്യുന്നത് രക്ഷിക്കപ്പെടുമോ? പക്ഷേ ഇന്ന് രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് പലപ്പോഴും പെട്ടുപോയി. അതാ സത്യം. എന്നോടൊരു കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഞാൻ രക്ഷിക്കപ്പെട്ടുപോയി. അല്ലേ? അങ്ങനെ രക്ഷിക്കപ്പെട്ടുപോയിരുന്നു കൈപോക്കിക്ക്. ഇന്ന് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ശരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഓർക്കണം, അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോയെങ്കിലും അവന് അടുത്ത നിമിഷം തോന്നും എന്താണ്? പുറകെ വന്ന് നമ്മളെ വിടത്തില്ല. അവൻ പുറകെ വരും. നമ്മുടെ അവസാന ശ്വാസം വരെയും അവൻ എന്ത് ചെയ്യും? അവൻ നമ്മുടെ പുറകെ തന്നെ കാണും പ്രിയപ്പെട്ടവരെ. പക്ഷെ അവൻ നമ്മുടെ പുറകെ വരുമ്പം നമ്മുടെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളെ പഠിക്കാൻ പോകുന്നത്. അടുത്ത വാക്യം. പിന്നെ അവൻ രഥം കെട്ടിച്ചു പടച്ചിനെത്തി വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രൈം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽസെഫോന് സമീപത്തുള്ള പിഹഹീരോത്തിന് അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. കണ്ടോ, ഫറവോൻ ഒറ്റയ്ക്കല്ല ഓടി വരുന്നത്, ഒരു വലിയ സൈന്യമായിട്ടാണ്. കുതിരകൾ, രഥങ്ങൾ എല്ലാം ചേർന്ന് സർവ്വസജ്ജമായിട്ടാണ് ഫറവോൻ വരുന്നത്. നല്ലവണ്ണം ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമുക്ക് നേരെയും പിശാച് ഒറ്റയ്ക്കും ഓടി വരികയല്ല, അല്ലേ? ഒരു ചെറിയ കൂട്ടത്തെ വിടുകയല്ല. ശരിക്കും അവനൊരു ഹയറാർക്കിയുണ്ട്, ചില റാങ്ക്സ് ഉണ്ട്. അത് വെച്ചിട്ട് ശക്തമായിട്ട് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പകരം ആരോട്?
വാഴ്ചകളോട്, അധികാരങ്ങൾ, സ്വർലോകങ്ങളെ, ദുഷ്ടാത്മസേനയോട്, ഈ സേന മുഴുവനും കൂടെ, അതല്ലേ, എല്ലാം കൂടെയാണ് നമുക്കെതിരെ വരുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ച് പിന്തിരിപ്പിച്ച് പിന്മാറ്റത്തിൽ കൊണ്ടുപോകാനാണ് പിശാച് എപ്പോഴും പദ്ധതി ഇട്ടുകൊണ്ട് വരുന്നത്. അങ്ങനെ ഈ 2025 നമ്മുടെ പുറകെ ഇതുപോലെ പിശാച് വന്നിട്ടുണ്ടാവും, അല്ലേ? പിശാച് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നപ്പോൾ എൻ്റെ 10-ാം വാക്യം വായിച്ചേ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? തല ഉയർത്തി പുറകോട്ടൊന്ന് നോക്കി. അപ്പോഴെന്താ കണ്ടത്? ഫറവോൻ്റെ സൈന്യം പുറകെ വരുന്നു. അത് കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു. ഞാൻ ആദ്യത്തെ ഒരു പോയിന്റ് പറയാണ്. വെൻ യു are in such a situation, your fear will be greatest. My fear, എൻ്റെ ഭയം, പിശാച് എൻ്റെ പുറകെ ഓടി വരുമ്പോൾ ഓർത്തോണം, ആ സമയത്തുള്ള നമ്മുടെ ഭയം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഭയമല്ല, മരണഭയം. കാരണം എൻ്റെ പിന്നിൽ ഞാൻ ആരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയോ, ഈ മറ്റേത് ഞാൻ പേടിച്ചത് കുറേ ഊഴിയ വിചാരന്മാരെയായിരുന്നു, ടാസ്ക് മാസ്റ്റേഴ്സ്. ഇപ്പോഴോ സർവ്വ സൈന്യവും എൻ്റെ പുറകെ വരിക, എന്നെ തീർത്ത് കളയും, അല്ലെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോകും എന്നും പറഞ്ഞ് എൻ്റെ പുറകെ വരിക. അപ്പോഴാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. ഞാൻ ഏറ്റവും ഭയപ്പെടുമ്പോൾ അവിടെ ഒരു കാര്യം ഓർത്തോണം, അവിടെ നാച്ചുറലി അവിടെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭയം. ഞാൻ ചിലപ്പം പണ്ട് പറയാറുണ്ട്, ഫിയർ ആൻഡ് ഫെയ്ത്ത് വിൽ നോട്ട് ഗോ ടുഗദർ. ഞാൻ ഇങ്ങനെയായിരുന്നു പണ്ട് വിശ്വസിച്ച് ഞാൻ അങ്ങനെ പറയുകയും ചെയ്യായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കാണ് ദൈവം പറഞ്ഞത്, നോ, അങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, ദേ വർ ടെറിഫൈഡ്. NLT പറയുന്നത് പാനിക്ഡ്, ടോട്ടലി അഫ്രൈഡ് എന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ വെൻ യുവർ ലൈഫ് ടേൺസ് അപ്സൈഡ് ഡൗൺ, യുവർ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് പാരലൈസിങ് ഫിയർ. നമ്മൾ ശരിക്കും ഭയപ്പെട്ടിങ്ങനെ പേടിച്ച് വിറച്ചു പോയി എന്നൊക്കെ പറയും. നമ്മൾ വിറച്ചു പോവും ഭയപ്പെട്ട്, അല്ലേ? അപ്പം അങ്ങനെ ഭയപ്പെടുമ്പം എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അല്ലേ? എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് ബൈബിളിൽ നിങ്ങൾക്കറിയാമോ, ഒരു 427 പ്രാവശ്യമെങ്കിലും ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം ഉണ്ടെന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞ് 365, അതിന് 2 എക്സ്ട്രായും കൂടെ കിട്ടുന്നു. അതല്ല, ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടേണ്ട എന്നർത്ഥം വരുന്ന 427 times ഇറ്റ്സ് ദ ബൈബിൾ, ഡു നോട്ട് ബി അഫ്രെയ്ഡ്, അല്ലേ? 365 അതിലൊക്കെ എത്രയോ കൂടുതലാണ്. എൻ്റെ അർത്ഥം, നമ്മുടെ ഫസ്റ്റ് റെസ്പോൺസ് ഭയമാണെങ്കിൽ അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഭയപ്പെടണ്ട. അപ്പം വെൻ മൈ ഫിയർ ഈസ് ദ ഗ്രേറ്റസ്റ്റ്, ദാറ്റ്സ് ഓൾസോ വെൻ മൈ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ്, അല്ലേ? എൻ്റെ ഭയം അതിൻ്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസവും പരിശോധിക്കപ്പെടുന്നത്. ഈ 2025 ഞാൻ ഭയപ്പെട്ട നാളിൽ നല്ലോണം ഓർക്കുക, എൻ്റെ വിശ്വാസത്തെയും കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? പരിശോധിക്കുകയായിരുന്നു, അല്ലേ? ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പക്ഷെ നമ്മൾ ഒന്ന് ചോദിച്ചേ, നമ്മൾ ഭയപ്പെട്ടപ്പം പെട്ടെന്ന് ദൈവത്തിലാണോ ആശ്രയിച്ചത്? അല്ല. സത്യം പറയണമല്ല, അല്ല. നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമേ എന്ന് വിളിക്കുക എന്നൊക്കെ ആണെങ്കിൽ കൊള്ളാം. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ്, മെനി ടൈംസ് നമ്മൾ വിളിച്ചത് ദൈവത്തെ അല്ല. ഈ 2025 നമ്മൾ ഭയപ്പെട്ടപ്പം ആരുടെ മുഖത്തേക്ക് നോക്കി? ഭയപ്പെട്ടപ്പോൾ നമ്മൾ ആരുടെ അടുത്തേക്കാണ് സഹായത്തിന് ഓടിച്ചെന്നത്, അല്ലേ? കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ഓടിയതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഒരു ഉത്തരം അവിടെ ഉണ്ട്. അതിൻ്റെ 13-ാം വാക്യം വായിച്ച്, Exodus 14:13. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, ഉറച്ചു നിൽപ്പീൻ, സ്റ്റാൻഡ് ഫേം ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ് വിച്ച് ഹി വിൽ വർക്ക് ഫോർ യു ടുഡേ. ഇന്ന് ഓടി നമ്മുടെ പുറകെ പിശാച് വരുന്നെന്ന് ഭയപ്പെട്ട് ഓടി 25 ഡിസംബർ മാസം 31 ഈ സമയം വരെ എത്തി. ഇന്ന് ഈ ക്രോസ് ഓവറിലേക്ക് നമ്മൾ കയറാൻ പോകുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോട് വ്യക്തിപരമായിട്ടും വ്യക്തമായിട്ടും പറയുക, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ് സ്റ്റിൽ, ഫിയർ നോട്ട്, സ്റ്റാൻഡ് സ്റ്റിൽ.
മിണ്ടാതെ ഇരുന്ന് ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ വ്യക്തമായിട്ട് പറയുന്നു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം. ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏതോ അവസ്ഥയിലൂടെ നിങ്ങൾ ചിലപ്പോൾ, ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്ന ചിലരെങ്കിലും നിങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇപ്പോൾ തൊട്ടുകൂടി ഒരു സാക്ഷ്യം കേട്ടല്ലോ, പ്രിയ ആ ആൻറ്റിക്ക് ക്യാൻസർ വന്നു 25 വർഷം മുമ്പ്. RCC കീമോതെറപ്പി ചില കോഴ്സ് എടുത്തു, ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, നിർത്തി. എന്തു പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് നിർത്താൻ പോവുക. അത് മെഡിക്കൽ എത്തിക്സിനെതിരായിരിക്കും, പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് നിന്നു. ഇന്ന് 25 വർഷമായി. 91 വയസ്സുള്ള അപ്പച്ചൻ്റെ കൂടെ വേണ്ട അമ്മച്ചിയുണ്ട്, അല്ലേ? നല്ലോണം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഭയപ്പെടുന്ന നാളിൽ നമ്മളെ ഭയപ്പെടുത്തും, പക്ഷേ ആ ഭയപ്പെടുന്ന നാളിൽ നമ്മൾ ദൈവത്തിൽ വേണം ആശ്രയിക്കുക. അപ്പോൾ അതെന്താണ്? ആ ഭയം ഒരു ടെസ്റ്റാണ്. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഹീസ് ടെസ്റ്റിംഗ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കുകയാണ്. നല്ലോണം ഓർക്കണം, വിശ്വാസം എന്ന് പറയുമ്പം അതിലൂടെ എന്താ സംഭവിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്, ജെയിംസ് 1:3, യാക്കോബ് 1:3. അതിൽ ഈ മെസ്സേജ് ബൈബിൾ, അതിനകത്ത് നല്ല ചില നേരത്തെ മെസ്സേജ് ബൈബിളിലെ യൂസേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യു നോ ദാറ്റ് അണ്ടർ പ്രഷർ യുവർ ഫെയ്ത്ത് ലൈഫ് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദി ഓപ്പൺ ആൻഡ് ഷോസ് ഇറ്റ്സ് ട്രൂ കളേഴ്സ്. ഒരു ഇംഗ്ലീഷ് തർജ്ജമയാണ്. എന്താണ്? യു നോ ദാറ്റ് അണ്ടർ പ്രഷർ യുവർ ഫെയ്ത്ത് ലൈഫ് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദി ഓപ്പൺ ആൻഡ് ഷോസ് ഇറ്റ്സ് ട്രൂ കളേഴ്സ്. ശരിക്കും ഒരു പ്രഷർ വരുമ്പം നിങ്ങളുടെ ട്രൂ കളർ വെളി വരും. എന്തിൻ്റെ ട്രൂ കളറ്? നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴാണ്? ഈ നമ്മൾ ഇവിടെ 4 ചുവരിനകത്തിരുന്ന കൈയടിച്ചു പാടുന്ന പാട്ടുകളൊക്കെ എന്താണ്? അയ്യോ, എന്തൊക്കെയാണ് നിങ്ങൾ ചില നേരം. ഇന്ന് അങ്ങനത്തെ പാട്ടൊന്നും പാടിയില്ലല്ലേ, അല്ലേ? എന്തൊക്കെയാണ് വിശ്വാസത്തെ പറ്റിയുള്ള പാട്ടൊക്കെ അടിച്ച് പാടി. പക്ഷേ ശരിക്കും ഒരു ടെസ്റ്റ് വരുമ്പം പാട്ടുമില്ല, ഒന്നുമില്ല, അല്ലേ? ശരിക്കും നമ്മൾ ട്രൂ കളർ കാണും. എന്താണ്? ഭയപ്പെട്ട് നമ്മൾ ഓടിക്കളയും. പക്ഷേ അവിടെയാണ് ഓടിപ്പോകരുത്. പകരം എന്ത് ചെയ്യുന്നു? കർത്താവ് പറയാം, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ആ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. അപ്പം നമ്മൾ ഭയപ്പെടുമ്പോൾ ഓർക്കണം, അതൊരു ടെസ്റ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഭയത്തോടിരിക്കുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഒരു ആരോഗ്യ വിഷയമായിരിക്കാം, ഒരുപക്ഷെ ഒരു സാമ്പത്തിക വിഷയമായിരിക്കാം, മറ്റെന്തെങ്കിലും ഒരു ഭാവിയെ സംബന്ധിക്കുന്ന വിഷയമാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ഭയമാണെങ്കിലും ടേക്ക് ഇറ്റ് ആസ് എ ടെസ്റ്റ്. അതൊരു പരീക്ഷയാണ്, അല്ലേ? ഒരു പരീക്ഷയാണ്. പക്ഷേ ആ പരീക്ഷ സഹിച്ചു നിന്നാൽ, അല്ലേ? അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത് എന്താണ്? വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ആ സ്ഥിരത ഉളവാക്കുന്നു അറിഞ്ഞ് എന്ത് ചെയ്യണം? സന്തോഷത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. ശരി, അപ്പോൾ ഇവിടെ എന്തൊക്കെ കണ്ടു? മൈ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ് എന്ന് കണ്ടു. മൈ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ്. പക്ഷേ ഈ ഫെയ്ത്ത് വിൽ ബി ടെസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ അലോൺ, ഇറ്റ്സ് അബൌട്ട് ഗോഡ് ഓൾസോ. കാര്യം ഈ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ ദൈവം എന്നെ കടത്തിവിടുമ്പം ദൈവത്തിനും അതിനകത്തൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? അതിൻ്റെ 18-ാം വാക്യം എക്സഡസ് 14:18. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയും. കണ്ടോ? ഗോഡ്സ് ഗ്ലോറി വിൽ ബി റിവീൽഡ്. നോക്കട്ടെ, അവിടെ എന്തൊക്കെ ആ പദങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ ഭയപ്പെട്ടു, വല്ലാണ്ട് ഭയപ്പെട്ടു. പക്ഷേ ആ ഭയത്തിലൂടെ എൻ്റെ വിശ്വാസമാണ് പരീക്ഷിക്കപ്പെട്ടത്. പക്ഷേ എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. എത്ര പേർക്ക് രാമയം പറയാൻ കഴിയും? നമ്മുടെ പ്രശ്നം ഈ ഭയപ്പെട്ടപ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടാൻ പോകാൻ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോഴത്തെ നമ്മുടെ വിഷയം എൻ്റെ ഭയമാണ് എൻ്റെ ഇഷ്യൂ. പക്ഷെ റിമെമ്പർ, ആ ഭയത്തിലൂടെ ഗോഡ് ഈസ് ടെസ്റ്റിംഗ് യു. പക്ഷെ വൺസ് ഐ കം ഔട്ട് ഓഫ് ഇറ്റ്, ഗോഡ് ഈസ് ഗോയിങ് ടു ടേക്ക് ദി ഗ്ലോറി, അല്ലെങ്കിൽ ഗോഡ്സ് നെയിം ഈസ് ഗോയിങ് ടു ബി ഗ്ലോറിഫൈഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ പോകുന്നു. അവിടെ പറയുന്നത് ഈ ഈ മിസ്രൈമർ മുഴുവനും അറിയും ഞാൻ യഹോവയാണെന്ന്, ഞാൻ യഹോവയാണെന്ന്. ഞാൻ പറയട്ടെ, ഭാരതത്തിലെ ദൈവസഭ ഒരു പക്ഷേ ഒരു വലിയ ഭയത്തിലൂടെയും കഷ്ടത്തിലൂടെയും വരുന്ന ആളുകൾ കടന്നു പോകും. ഇതൊരു പ്രവചനമായിട്ട് എഴുതിയെടുത്തോ. 26 ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വലിയ പ്രവചനങ്ങളൊക്കെ ഒത്തിരി വരും.
എല്ലാത്തിനായിട്ട് സ്തോത്രം. പക്ഷെ ഞാനൊരു പ്രവചനം പറയുന്നു, 2026 ഒരു പക്ഷേ ദൈവസഭ വലിയ കഷ്ടത്തിലൂടെ, വലിയ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ ദൈവം കടത്തി വിട്ടെന്നിരിക്കും. പക്ഷേ അത് കടത്തിവിടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുക. പക്ഷേ ആ പരിശോധനയിൽ നമ്മൾ ജയിക്കുമ്പം അവിടെ ദൈവനാമം മഹത്വപ്പെടും. ആരുടെ മുമ്പിൽ മഹത്വപ്പെടും? മിസ്രൈമ്യരുടെ മുമ്പിൽ മഹത്വപ്പെടും, ഭാരതീയരുടെ മുമ്പിൽ മഹത്വപ്പെടും. സകല ഇന്ത്യക്കാരും പറയും യേശു ദൈവം, യേശു ദൈവം ആണെന്ന് ഈ ഭാരതം സാക്ഷ്യപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ദേശത്തിന്മേൽ ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിന് തന്നെ നാമത്തെ അവിടെ മഹത്വപ്പെടുത്തി വെളിപ്പെടുത്തണമെങ്കിൽ നമ്മളെ ചില ഭയത്തിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിന് കടത്തിവിട്ടേ കഴിയുള്ളൂ. ആ കടത്തിവിടുന്നതിലൂടെ അവൻ എന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. ആ പരിശോധനയിലൂടെ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമ്പം ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല പറയേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു എന്ന് പറയണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ കടന്നു പോകുന്ന പരീക്ഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ, അതോ എങ്ങനെയെങ്കിലും ഞാനിതിൽ കൂടെ അങ്ങ് പുറത്തു വന്നു എന്ന് പറഞ്ഞു നടക്കുകയാണോ? അല്ല. നിങ്ങൾക്കൊരു രോഗം വന്നു, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി, നിങ്ങൾ രക്ഷപ്പെട്ടു, അത്ര തന്നെ. പക്ഷെ എൻ്റെ ചോദ്യം, അതിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടോ? കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഞാൻ പലരുടെയും കാര്യങ്ങൾ അടുത്ത് ശ്രദ്ധിക്കുമ്പം അതിനകത്ത് വേർ ഇസ് ഗോഡ് ഗ്ലോറിഫൈഡ് ദേ? വേർ ഇസ് ഗോഡ് ഗെറ്റിംഗ് ഹിസ് ഗ്ലോറി? ദൈവത്തിന് മഹത്വം എവിടെ പോകുന്നു അവിടെ? ഇനി ചിലരൊക്കെ നടന്ന് സാക്ഷ്യം പറയുന്നു, ആ സാക്ഷ്യം മൊത്തം കേൾക്കുമ്പം അതിനകത്ത് ദൈവത്തിന് മഹത്വം എങ്ങും പോകുന്നില്ല. പണ്ടൊരു അമ്മച്ചി പറഞ്ഞു, അറിവില്ലാത്തൊരു പഠിപ്പില്ലാത്തൊരു അമ്മച്ചിയാണ്, ഗ്ലോറിക്ക് മഹത്വം. അപ്പം എല്ലാവരും കഴിച്ചത് എന്താ പറയുന്ന അമ്മച്ചി? ഗ്ലോറിക്ക് മഹത്വം. നമ്മൾ ഈ ആർക്കാണ് മഹത്വം കൊടുക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. ദൈവത്തിന് ആ മഹത്വം, ഗ്ലോറിക്കല്ല മഹത്വം, ദൈവത്തിന് മഹത്വം. പക്ഷെ ദൈവത്തിന് മഹത്വം വരണമെങ്കിൽ എൻ്റെ ഭയത്തിൽ ഞാൻ ദൈവത്തെ നോക്കണം, ആ പരീക്ഷയിൽ ഞാൻ ജയിക്കണം. ജയിക്കുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ കർത്താവ് മഹത്വപ്പെടും. എത്ര പേര് ആമേൻ പറയും? നമ്മുടെ ഭാരതദേശത്ത് യേശുവിൻ്റെ നാമം മഹത്വപ്പെടും. ഈ പറഞ്ഞ പോലെ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ നല്ലവണ്ണം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 13:12 1 Corinthians chapter 13:12 അവിടെ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. We don't yet see things clearly. We are squinting in a fog, peering through a mist, but it won't be long before the weather clears and the sun shines bright. ഇന്ന് കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നാളെ ഈ പറഞ്ഞ പോലെ ദൈവത്തിനൊരു മഹത്വം നമ്മുടെ ദേശത്ത് വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പം മഹത്വം വെളിപ്പെടുന്ന പോലെയല്ല. ഇറ്റ് ലുക്സ് വെരി ഗ്ലൂമി അല്ലേ? വളരെ ഗ്ലൂമി ആയിട്ട്, വലിയ ഭയപ്പെടുത്തുന്ന രീതിയിൽ. ഇപ്പം എന്നോട് പലരുമൊക്കെ ഈ ദിവസങ്ങൾ സംസാരിക്കുന്നുണ്ട്, ബ്രദറെ ഇനിയിപ്പം രക്ഷയൊന്നും ഇല്ല കേട്ടോ, പോയി ഇന്ത്യ പോയി. ഇത്ര ഇന്ത്യയെ പോയല്ല, ഇപ്പം പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും പോയി, എല്ലാം പോയി. ആര് പറഞ്ഞു അല്ലേ? ദയവേത് ഇങ്ങനെയൊന്നും പറയരുത് പ്രിയപ്പെട്ടവരെ. ഇനി അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പാസ്റ്റർ പറഞ്ഞ് ഓർത്തോണം, ഒന്നും പോയിട്ടില്ല അല്ലേ? ഇത് നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ ആ ഭയത്തെ എന്ത് ചെയ്യും? പിശാച് ക്യാപിറ്റലൈസ് ചെയ്യും. പകരം ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഈ ഭയം ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഞാൻ ജയിക്കുമ്പം എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. അവിടെ 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിച്ചേ, ഞാൻ വാക്ക് നിർത്തുക. 14-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം 14:31 അവസാനത്തെ വാക്യം. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. അടുത്തത് ഇവിടെ ഇരിക്കുന്നത്, യഹോവ മിസ്രൈമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു, യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഇസ്രായേൽ saw the great power that the Lord used against the Egyptians. മിസ്രൈമുകളുടെ മേൽ ദൈവം പ്രവർത്തിച്ച വലിയ ശക്തിയായ പ്രവൃത്തി ആര് കണ്ടു?
ഇസ്രായേലിയർ കണ്ടു. നമ്മുടെ മുമ്പിൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കുമ്പം നമ്മളത് കാണും. അപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇത് ഞങ്ങളല്ല പ്രവർത്തിച്ചത്, ഞങ്ങളുടെ ദൈവം പ്രവർത്തിച്ചു. ഞങ്ങളുടെ ദൈവം പ്രവർത്തിച്ചു. ഗോഡ്സ് പവർ വിൽ റീപ്ലേസ് മൈ ഓൺ. ഇന്നത്തെ പ്രശ്നം, എൻ്റെ ശക്തിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എല്ലാവരും ഇന്ന് പ്രസംഗിക്കുന്നവർക്ക് ഞങ്ങളെന്തോ ചെയ്യുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളൊന്നും ചെയ്യത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, പകരം എൻ്റെ ആത്മാവിനാൽ തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ത്യ മഹാദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില പ്രവൃത്തികൾ നടക്കും. അത് വിശ്വസിക്കുന്നവർ എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല. നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ മൈ സ്പിരിറ്റ് സെയ്സ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ചില കാര്യങ്ങൾ നടക്കും. ആ ചില കാര്യങ്ങൾ നടക്കും. അവിടെ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ശക്തിയല്ല, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ ജഡീക ശക്തിയല്ല. ഇന്ന് സഭകളൊക്കെ അവരുടെ ശക്തി പ്രകടനങ്ങളാണ്. ഇപ്പോൾ ഒത്തിരി ബാർഗെയിനിങ് നടക്കുന്നുണ്ട് അല്ലേ? എല്ലാ ചർച്ചസും പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് അല്ലേ? വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊന്നുമല്ല. ദൈവമക്കൾ അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ ബലഹീന ശക്തി അങ്ങ് മാറിയിട്ട് അത്യന്ത ശക്തി വന്നങ്ങ് നിറഞ്ഞിട്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. അപ്പം ദൈവശക്തി അങ്ങ് കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പം there are certain things will happen. എന്താണെന്നറിയാമോ? I will fear God more than my circumstances. എൻ്റെ സാഹചര്യങ്ങളെയല്ല ഞാൻ പേടിക്കുന്നത്, അതിനേക്കാളും ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടും. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ഇന്ത്യയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുകയാണോ, അതോ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമോ? നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാട്ട് ബാക്കി സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയൊക്കെ ദൈവം അനുകൂലമാക്കി മാറ്റും. ഇതെല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നത് ഇനി ഇന്ത്യ രക്ഷയില്ല. ഇതാണ് ഇപ്പോൾ എല്ലാവരും. എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ദൈവദാസന്മാർ പോലും ഇപ്പോൾ എന്നോട് പല പാസ്റ്റേഴ്സും പറയുന്നത് ഇനി രക്ഷയില്ല പാസ്റ്ററെ, നമ്മളിതൊക്കെ പതുക്കെ അങ്ങ് പൂട്ടിക്കെട്ടാം, എവിടെ പോയി നമ്മുടെ വിശ്വാസം? ഞാനെന്ന് പറയാം, ഈ അടുത്ത നിമിഷത്തിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം ഭയപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഭയപ്പെടുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവൻ കാണിക്കും, നമ്മുടെ ദേശത്ത് കാണിക്കും. പക്ഷേ അത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണെന്നുള്ള ഓർക്കണം. അപ്പം അവിടെ നോക്കിയേ, അത് അവിടുത്തെ സോ ദ പീപ്പിൾ ഫിയർഡ് ദ ലോർഡ്. എൻ്റെ അർത്ഥം അവർ ദൈവത്തെ ഭയപ്പെട്ടു, സാഹചര്യങ്ങളല്ല ഭയപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നിങ്ങളോട് പറയുക, നിങ്ങളിപ്പോഴുള്ള സാഹചര്യങ്ങളെ ഭയപ്പെടരുത്. ഒരാമയും പറഞ്ഞാട്ട്. ഡോണ്ട് ഫിയർ യുവർ സർക്കംസ്റ്റൻസസ്, ഇൻസ്റ്റെഡ് ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടാം, സാഹചര്യങ്ങളെ ഭയപ്പെടരുത്. ഒരു പക്ഷേ മെഡിക്കലി സിറ്റുവേഷൻസ് ബാഡ് ആയിരിക്കാം, മറ്റു ചില കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം നമ്മുടെ മേൽ വീഴുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി, ബാക്കി കർത്താവ് നോക്കിക്കോളും. നമ്മൾ ഭയപ്പെടേണ്ടത്, മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞു, മത്തായി 10:28, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട. ദേഹിയെ കൊല്ലാൻ കഴിയുമോ? ഇല്ല. ദേഹത്തെ കൊല്ലാൻ കഴിയും അല്ലേ? നമ്മളെ വേണേൽ തല്ലിക്കൊല്ലാം, പക്ഷേ ദേഹിയെ കൊല്ലാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. കണ്ടോ? I will believe God more than my vision. അതിൻ്റെ 31-ാം വാക്യത്തിൽ തന്നെ അവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്, and they believed in the Lord and in his servant Moses. എനിക്ക് വലിയ ദർശനം തന്നിട്ടുണ്ടായിരിക്കും, എനിക്ക് വലിയ പദ്ധതികളും അടുത്ത 25 വർഷത്തേക്ക് വലിയ പ്ലാനൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ അതിലല്ല നമ്മൾ വിശ്വാസം വയ്ക്കേണ്ടത്. നമ്മൾ വിശ്വാസം വയ്ക്കേണ്ടത് നമ്മുടെ ദൈവത്തിൽ മാത്രമായിരിക്കണം. ദിസ് ചേർച്ച് ഹാസ് എ ലോട്ട് ഓഫ് പ്ലാൻസ് ഒരർത്ഥത്തിൽ. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്ലാനും പറയാത്ത എന്താണെന്നറിയാമോ? ദൈവം പറയുന്നു, പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ ചെയ്ത് കാണിക്കുക എല്ലാ കാര്യങ്ങളും. ഈ ദിവസങ്ങളിൽ സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്യത്ഭുതമായി ദൈവം ചില വഴികൾ നടത്തുന്നുണ്ട്. അത് എണ്ണി സ്തുതിക്കാൻ എനിക്ക് ഒത്തിരി. ഇന്ന് വൈകുന്നേരം ഞാൻ അറിയാതെ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഒരിടത്തിരുന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ദൈവം നടത്തുന്ന വഴി. ഞാനൊരു വീട്ടിൽ വൈകിട്ട് ചെന്നപ്പം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചപ്പം ദൈവം നടത്തുന്ന വഴികളെ ഓർത്തപ്പം അറിയാതെ ഞങ്ങൾ 2 കുടുംബരും ഇരുന്ന് കരഞ്ഞു.
ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ് പ്രിയപ്പെട്ടവർ. ഗോഡ്സ് വേസ് ആർ മാർവലസ്. ഗോഡ്സ് വേസ് ആർ മാർവലസ്. സോ ബിലീവ് ഇൻ ഗോഡ് ദാൻ യുവർ വിഷൻ. ഇനി അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, അതാണ് ഇന്നത്തെ എൻ്റെ കീ വേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. മോശ പുറകിൽ ഫറവോനും സൈന്യവും വരുന്നത് കണ്ടിട്ട് എല്ലാവരും കൂടെ ഭയപ്പെട്ട് നോക്കുക. പക്ഷെ ദൈവം പെട്ടെന്ന് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു വാഗ്ദത്തം. എന്താണ്? അല്ലെങ്കിൽ അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് Why are you crying out to me? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. Tell the people to get moving. ഞാൻ ഇച്ചിരി നിരാശയിലൂടെ പോയി. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് ഇത് ഞാൻ മാത്രമേ ഉള്ളൂ, ഇതെന്തിനാ ആരും ഈ പറഞ്ഞല്ലേ അങ്ങോട്ട് എന്തോ ഒരു സങ്കടമൊക്കെ എനിക്ക് വന്നു. അപ്പം ഞാൻ ആരോടെങ്കിലും സംസാരിച്ച്, എന്നെക്കൊണ്ട് ഇതിങ്ങനെ പറ്റത്തില്ല ഒറ്റയ്ക്ക്, ഞാൻ എന്ത് ചെയ്യും? അപ്പം പെട്ടെന്ന് എന്നോട് ദൈവം ഈ വാക്കാണ് സംസാരിച്ച്, വൈ ആർ യു ലുക്കിംഗ് അറ്റ് മീ? ആസ്ക് യുവർ പീപ്പിൾ ടു ഗെറ്റ് മൂവിങ്. മുന്നോട്ട് പൊയ്ക്കോളാൻ പറ ജനത്തോട്, മുന്നോട്ട് പൊയ്ക്കോളാൻ പറ. ഇന്ന് ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മുന്നോട്ട് പോകണം. മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വയ്ക്കരുത്, തിരിഞ്ഞ് നോക്കരുത്, മുന്നോട്ട് പൊയ്ക്കോണം. 2026 കീപ് മൂവിങ് ഫോർവേഡ്. എത്ര പേര് പറയും കീപ് മൂവിങ് ഫോർവേഡ്? കീപ് മൂവിങ് ഫോർവേഡ്. മുന്നോട്ട് പോയിക്കോളാം. എന്നോട്ട് നോക്കി കരഞ്ഞിട്ട് കാര്യമില്ല, മുന്നോട്ട് പോകണം. അവിടെ മുന്നോട്ട് ജനത്തെ പോകാൻ പറഞ്ഞിട്ടാണ് മോശയോട് പറഞ്ഞത്. എന്താണ്? നീ നിന്റെ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദി കമാൻഡ് ടു മൂവ് ഫോർവേഡ് came before the waters divided. എന്താണ്? മോശയോട് വടിയെടുത്ത് നീട്ടാൻ പറഞ്ഞപ്പോഴാണ് വെള്ളം വിഭാഗിക്കപ്പെട്ടതും അവരക്കരെ പോയതും. പക്ഷെ അതിന് മുമ്പേ തന്നെ ദൈവം കൊടുത്ത കമാൻഡ് എന്തായിരുന്നു? മുന്നോട്ട് പൊയ്ക്കോണം. മോശ തക്ക സമയത്ത് വടിയെടുക്കും കയ്യിൽ, അവിടെ അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെ ജനം എന്ത് ചെയ്യണമായിരുന്നു? മുന്നോട്ട് പോകണം. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം നിങ്ങൾക്കത് കത്തിയെന്ന്, അതൊന്ന് ശരിക്കൊന്ന് മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. The Lord is very clearly telling, tell your people to keep moving. മൂവിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിൽക്കരുത്. ട്രാഫിക് അനങ്ങി പോവുകയാണെങ്കിലും പോകുന്നുണ്ട് കുഴപ്പമില്ല എന്ന്. ഇന്നലെ ഞങ്ങൾ എറണാകുളത്ത് വന്നപ്പം MC റോഡ് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഭയങ്കര ട്രാഫിക്. അയ്യോ സ്റ്റക്കായോ? ഇല്ലല്ലോ മൂവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ചിലപ്പം ഒരു സ്റ്റക്കാവും, പക്ഷേ എന്നാൽ എന്താണ്? കീപ്പ് മൂവിങ്. 2026 വി ആർ കീപ്പ് മൂവിങ്. നമ്മൾ എന്ത് ചെയ്യാണ്? മുന്നോട്ട് നമ്മൾ ചലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക. മോശയോട് പറഞ്ഞു, നീ പതുക്കെ കയ്യിൽ വടിയെടുത്തേ, ഒന്ന് നീട്ടി. ഇമ്മീഡിയറ്റ്ലി ദ വാട്ടർ ഡിവൈഡഡ്. ഇത്രയും ലക്ഷം പേര് എന്താണ്? അവർ തങ്കനീലത്തൂടെ താൻ നടത്തിയേ താൻ നല്ലവനല്ലോ. എന്ത് പാട്ടും പാടിക്കൊണ്ടാണ് നമ്മൾ 26 പ്രവേശിക്കാൻ പോകുന്നത്? എന്ത് പാട്ടും പ്രവേശിച്ചുകൊണ്ടാണ്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാം. യഹോശഫാത്ത് പാടിയ ഒറ്റ കോറസേ ഉള്ളൂ. ഒരു പാട്ട് മുഴുവൻ പാടാൻ പോലും പറഞ്ഞില്ല ദൈവം, കോറസ് മാത്രം പാടിയാൽ മതി. എന്താണ് ആ കോറസ്? ആ കോറസ് പാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഷാൽ വി ഓൾ സിങ് ദാറ്റ് കോറസ്? ദാറ്റ്സ് എ വെരി സ്ക്രിപ്ചറൽ കോറസ് കേട്ടോ. ഇത് വല്ലവരും എഴുതിയ പാട്ടല്ല. ഇത് ഇസ്രായേൽ ജനം പാടി ശത്രുവിന് നേരെ ചെന്ന പാട്ടാണ്. എന്താണ്? ഹല്ലേലൂയ. താൻ നല്ലവനല്ലോ, ദയന്നേക്കുമുള്ളത്. താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ.
ആ പാട്ടിൻ്റെ ചരണങ്ങൾ പാടിക്കൊണ്ട് നമുക്ക് ലെറ്റ്സ് ക്രോസ് ഓവർ ടു ദ നെക്സ്റ്റ് ഇയർ. ഹല്ലേലൂയ. ഇതൊരു വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തിലേക്കുള്ള ക്രോസ് ഓവർ അല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇതുവരെ ഭയപ്പെട്ട് വന്നവർ ഇന്ന് ആ ഭയത്തിൽ നിന്ന് ക്രോസ് ഓവർ ചെയ്യുകയാണ്. ഇന്ന് വരെ ഈ പറഞ്ഞ അവിശ്വസിച്ച് വന്നവർ ഇനി ആ അവിശ്വാസത്തിൽ നിന്ന് ക്രോസ് ഓവർ ചെയ്ത് ഫെയ്ത്തിലേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നവർ ക്ലാരിറ്റിയിലേക്ക് ക്രോസ് ഓവർ ചെയ്യാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.